പ്രണയാനുരാഗം അവസാന ഭാഗം. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഗൗരിയുടെ മുഖം കൈക്കുമ്പിലാക്കി രുദ്രൻ നിറഞ്ഞു തുളുമ്പുന്ന അവളുടെ കണ്ണുനീർ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. ഏയ്, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന പെണ്ണേ? ഇതിപ്പോ എന്നെയാണല്ലോ പേടിപ്പിച്ചത്. ഡിസ്ചാർജ് ആയി പോകണ്ട നമുക്ക്. ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ നീ എന്റെ പാതിയാവാൻ. ഒന്ന് മോളി അവൾ. അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നില തെറ്റുന്ന പോലെ തോന്നിയവൾക്ക് അവനൊന്നുകൂടി ഇറുക്കെ പിടിച്ചു. ഏടത്തി, ഞങ്ങൾ ചിലരുണ്ട് ഇവിടെ, അത് ഓർത്തോണം. രണ്ടും അത് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു ശിവാനിയും കേശവനും. ബില്ല് പേ ചെയ്തോ ശിവ? രുദ്ര അവളോട് ചോദിച്ചു. എല്ലാം ഓക്കെ, നമുക്ക് പോവാം. രുദ്രൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അവന്റെ തോളിൽ ചാഞ്ഞു കിടന്ന ഗൗരി തുളുമ്പി വന്ന നീർത്തുള്ളി അവൻ കാണാതെ തുടച്ചുകൊണ്ട് ഫോൺ റിങ് ചെയ്തു. ആ സർ, അവനെ കുറിച്ചുള്ള എല്ലാ എവിഡൻസും എൻ്റെ പക്കലുണ്ട്. 3 വർഷമായിട്ട് തെരയുന്ന മുഖം മറക്കില്ല ഞാൻ. പല തെറ്റിദ്ധാരണകൾക്കും കാരണം അവനാ. അതെല്ലാം തെളിയിക്കൂ രുദ്രദേവ്. സാറിനെ വിശ്വസിക്കാം. ഓക്കെ സർ, ഞാൻ ഓഫീസിലേക്ക് വരാം. ഇപ്പൊ ഫാമിലി കൂടെ ഉണ്ട്. ഫോൺ വെച്ചോ ഗൗരിയെ നോക്കി അവൻ പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നവളുടെ മുടികളിലൂടെ തലോടുമ്പോൾ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ നെഞ്ചിൽ ഇളകി മറിയുന്ന അലകടൽ. ആരായിട്ട് വിളിച്ച്? ശിവാനി അവനോട് ചോദിച്ചു. SP സാറാ, കാണാമറയത്ത് കിടക്കുന്ന പലതീനി വെളിയിൽ വരും. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാ. അതും പറഞ്ഞൊന്ന് ഇടിവീർപ്പിട്ടവൻ. നീ ഒന്ന് ഫ്രഷായി റെസ്റ്റ് എടുക്കുക. ഇന്ന് നമ്മൾ 3 പേരാണ് പാചകം, അല്ലേ കേശുവേട്ടാ? പിന്നല്ലാണ്ട്. എന്നാ മോള് പോയി റെസ്റ്റ് എടുക്ക്. അത് കേട്ടതും എന്നാ ഞാനും കൂടെ ശിവ പറയുമ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു രുദ്രൻ. അല്ല, മോളെ ഇങ്ങോട്ടാ. അവള് കുളിച്ചിട്ട് വന്നോളൂ. നമുക്ക് അടുക്കളയിൽ കുറച്ച് പരിപാടിയുണ്ട്, ബാ. അത് കേട്ടതും മനസ്സിലായി പറഞ്ഞുപോയി ശിവാനി. ഈശ്വര, പെട്ടു. ദേഷ്യത്താൽ മുഖം കൂട്ടി ശേഷം പെണ്ണ് തുള്ളി അടുക്കളയിലേക്ക് പോയി. പുറകെ രുദ്രനും. ഇതെല്ലാം കണ്ടുകൊണ്ടൊരു ചിരിച്ച് ഗൗരി മുറിയിലേക്ക് പോയി. ഈ കാത്തിരിപ്പ് കുറച്ച് കഠിന, നിന്നെ കാണുമ്പോഴേ എന്നും പറഞ്ഞ് ഗൗരിയുടെ കവിളിൽ ചുണ്ടമർത്തിയവൻ ഒരു മരവിപ്പോട് അങ്ങനെ നിന്നവൾ. അത് കണ്ടതും അവളുടെ താടിത്തുമ്പ് വിരലുകളാൽ ഉയർത്തി. എന്നോ നിനക്ക് പറ്റിയത്? ആരെയും ആളെ വിളിച്ച് നീ കണ്ട്? ആദ്യേ അവനെയാണ് കണ്ട്. എന്നിട്ടെന്താ അവൻ പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് നല്ല പേടിയിട്ടിട്ടുണ്ട്. അവനെ കുറിച്ച് ഓർത്ത് ഇനി നീ പേടിക്കണ്ട, അവനെ ഞാൻ കൊടുക്കും. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുമ്പിലെടുത്ത് ആ കണ്ണുകളിലേക്ക് നോക്കി. പിടക്കുന്ന ആ കണ്ണുകൾ പറയാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഗൗരി, പതിയെ വിളിച്ചവൻ. നീ റെഡിയല്ലേ ഈ വിവാഹത്തിന്? നിനക്ക് പറയാം എന്താണെങ്കിലും. നിന്റെ പഠിപ്പൊഴിഞ്ഞ് മതിയെങ്കിൽ അങ്ങനെ മതി. എനിക്ക് സമ്മതം. ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം. എല്ലാ അർത്ഥത്തിലും ദേവേണ്ട അവൻ ഗൗരിക്ക് സമ്മതം പറഞ്ഞുകൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നവൾ. എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. ഗൗരി വിരൽ കൊണ്ട് പ്ലേറ്റിൽ കുത്തിക്കൊണ്ടിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടതും അവളുടെ ചിന്ത അവിടെയില്ലെന്ന് മനസ്സിലായി രുദ്രന്. അവരുടെ ഓരോ സംസാരത്തിനും മൂളിക്കൊണ്ട് ഉത്തരം നൽകി അവൾ കഴിച്ചു എന്ന് വരുത്തി അവിടുന്ന് എഴുന്നേറ്റു. ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയേ? എന്ത് സന്തോഷത്തിലായിരുന്നു. അവൾക്ക് എന്താ പറ്റിയെന്ന് നീ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി ശിവ. കേശവൻ ശിവയുടെ തോളിൽ പിടിച്ച് പറഞ്ഞതും. വേണ്ട, അവളോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. എന്തോ കരട് വീണിട്ടുണ്ട്, നിങ്ങൾ പോയി കിടന്നോളൂ. നാളെ ആവട്ടെ, ഇപ്പൊ ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ. പറഞ്ഞുകൊണ്ടാൻ മുകളിൽ അവന്റെ മുറിയിലേക്ക് പോയി. ശിവാനി അവരുടെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ഗൗരി ഉറങ്ങിയിരുന്നു. കുറച്ചു നേരം അവൾ ഗൗരി അങ്ങനെ തന്നെ നോക്കി നിന്നു. ശേഷം അവളുടെ അടുത്തായി കെട്ടിപ്പിടിച്ച് കിടന്നു. ഒരു ബുക്കും വായിച്ച് ചാരുവാസരിയിലേക്ക് ചാഞ്ഞിരുന്ന രുദ്രൻ കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോയിരുന്നു. കയ്യിലൊരു നനവ് പടന്നു ചാടി എണീറ്റവും നിലത്ത് മുട്ടൂത്തിരുന്ന് തന്റെ കയ്യിൽ മുഖം കുത്തി കരയുന്നവളെയാണ് അവൻ കണ്ടത്. എന്താ ഗൗരി കാണിക്കുന്നത്? തനിക്ക് ഈ കരച്ചിൽ മാത്രമേ ഉള്ളൂ? എന്താ ഉണ്ടായെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല എന്നും പറഞ്ഞ് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. ആ കണ്ണുകളിലെ നീർമുത്തുകൾ അവനെ കുത്തി നോവിച്ചു. ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈ അവന് നേരെ നീട്ടി. ചുറ്റിപ്പിണ ഞാൻ കയ്യിൽ കിടക്കുന്ന താലിമാലയിലേക്ക് അവളിലേക്ക് നോക്കിയവൻ. എനിക്ക് ഈ നിമിഷം ഇപ്പം എനിക്ക് ദേവന്റെ പാതിയാവണം. എനിക്ക് കാത്തിരിക്കാൻ വയ്യ ദേവേട്ട. എനിക്കെന്തോ പേടി പോലെ. ഈ നിമിഷം ഈ രാത്രി ഗൗരി നദിക്ക് രുദ്രദേവന്റെ ആയിത്തീരണം. ഈ നെഞ്ചിലെ ചൂട് അത് ഏറ്റിക്കിടക്കണം. അതിനെനിക്ക് ഈ താലി വേണം ദേവേട്ട, പ്ലീസ്. പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശേഷം അവനെ ഇറുക്കെ പുണർന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ ബലമായി അവളെ തന്നിൽ നിന്നും വേർപ്പെടുത്തി. നിനക്ക് എന്താ ഗൗരി, ഭ്രാന്താണോ? എന്നെക്കാൾ ഈ താലിയുടെ മാത്ത് അറിയുന്നവളല്ലേ നീ? പിന്നെ ശരീരങ്ങൾ തമ്മിൽ ഒന്നാവുന്നതല്ല പ്രണയം. ഈ വെണ്ണ തോൽക്കുന്ന ശരീരം അതല്ല ഞാൻ ആശിച്ചത്. പറഞ്ഞുകൊണ്ട് ആളുടെ മുഖം അവൻ കൈക്കുമ്പിൽ കോരിയെടുത്തു. ആ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പറഞ്ഞു. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്റെ പേരൂത്തിയ താലിതേ നിന്റെ ഈ കഴുത്തിൽ വീഴാൻ. അതിനി എന്തിന്റെ പേരിലാണെങ്കിലും ഗൗരി നന്ദയെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല രുദ്രദേവൻ. അതോർത്താ മതി. എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇന്ന് ഈ താലിന്റെ കഴുത്തിൽ വേണം. അല്ലെങ്കിൽ ഗൗരിക്ക് ഭ്രാന്ത് പിടിക്കും ദേവേട്ട. ഉറങ്ങാൻ പോലും കഴിയില്ല. അവന്റെ കയ്യിൽ പിടിച്ച് കെഞ്ചി അവൾ. അവളുടെ മാനസികാവസ്ഥ അപ്പോൾ ശരിയില്ലെന്ന് അവന് മനസ്സിലായി. ശരി വാ, നിന്റെ ഇഷ്ടം പോലെ. അവളുടെ കൈ പിടിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് പൂജാമുറിയിലേക്ക് നടന്നു അവൻ. അവളുടെ കയ്യിൽ നിന്ന് താലി വാങ്ങി ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് രുദ്രൻ.
ഒരു നോവുള്ള ചിരിയോടെ നോക്കി അവനെ. ശേഷം കണ്ണടച്ച് നിറഞ്ഞ മനസ്സോടെ അവന്റെ താലി സ്വീകരിച്ചു. ആ സീമന്തരേഖ സിന്ദൂരത്താൽ ചുവപ്പിച്ചു. ആ ചുവപ്പടന്ന നെറ്റിയിൽ ചുംബിച്ചു അവൻ. അത്രമേൽ പ്രണയത്തോടെ അവളെ ചേർത്തു പിടിച്ചു അവൻ. ഇപ്പൊ സമാധാനം എന്റെ പെണ്ണിന് അതും പറഞ്ഞ് കളിയാക്കി. നീ ഇത്രയ്ക്ക് പൊട്ടിപ്പെണ്ണാണല്ലോടി പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവൻ. ഈ പൊട്ടിപ്പെണ്ണിന് ഇത് മതി ദേവേട്ട, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ദേവണ്ണെ, ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞാലുണ്ടല്ലോ വീണ് നിന്റെ കൈയുടെ ചൂടറിങ്ങിട്ടോടി. ഗൗരിനന്ദ പോയാ പിന്നെ ഈ രുദ്രദേവനുണ്ടോടി, ഉണ്ടോന്ന് അവന്റെ സ്വരമിടറി. അതും പറഞ്ഞ് അവളെ തന്നെ മാറോട് ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് നടന്നു. ബെഡിലേക്ക് ഇരുത്തി അവളെ അവൻ ചേർത്ത് പിടിച്ച് കിടന്നു. അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. ഹൃദയതാളം കേട്ട് അവളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ അവന്റെ മാറിനെ നനയിച്ചു. അങ്ങനെ എപ്പോഴും ഉറക്കത്തിലേക്ക് വീണിരുന്നു. അവൻ ഉറങ്ങാതെ അവനെയും നോക്കി അവളും. കണ്ണിലേക്ക് വെളിച്ചമടിച്ചും ഒന്ന് ചിമ്മിത്താനിലേക്ക് ചേർന്ന് കിടക്കുന്നവളെ തപ്പി നോക്കി. ഇല്ലെന്ന് തോന്നിയതും ഒന്നുകൂടി കണ്ണു തിരുമ്പി എണീറ്റു. ഇവൾ ഇത്ര നേരത്തെ എണീറ്റോ? ഓ, ശിവയുടെ കൂടെ അടുക്കളയിൽ കാണും, കള്ളി പെണ്ണ്. അങ്ങനെ മനസ്സിലോർത്ത് എഴുന്നേൽക്കാൻ തുടങ്ങിയതും തലയിണയുടെ അടിയിൽ മടക്കി വെച്ചിരിക്കുന്ന പേപ്പർ അവന്റെ കണ്ണുടക്കി. സംശയത്താൽ ആ പേപ്പർ എടുക്കുമ്പോൾ അവന് നെഞ്ചിരിപ്പ് കൂടിയിരുന്നു. എന്തിനാണെന്ന് പോലും അറിയാതെ ശരീരമാകെ ഒരു മരവിപ്പ് പടർന്നു അവനിൽ. ആ എഴുത്ത് തുറന്ന് നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നു. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കരുത്. ഗൗരി നന്ദ. ബസ് സ്റ്റാൻഡിന്റെ ബെഞ്ചിൽ ഓരം ചേർന്നിരിക്കുമ്പോൾ ഗൗരി കൈയുള്ള ബാഗ് അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശേഷം താലി കയ്യിലെടുത്ത് ചുണ്ടോട് ചേർത്തു. കണ്ണുനീർ ചുവയുള്ള ഒരു ചുംബനം കൊടുത്തു. എല്ലാത്തിനും മാപ്പ് ദേവേട്ട, പോവാ ഞാൻ. ഈ ഗൗരി കാരണം ആ ജീവിതം തകർന്നുകൂടാ. എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ ഈ താലിയും പിന്നെ ദേവേട്ടനുമായിട്ടുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും അതുമാത്രം മതി. ഒരു സൂപ്പർ ഫാസ്റ്റ് വന്ന് നിന്നു. വെള്ള ബോർഡിൽ കറുത്ത അക്ഷരത്തിൽ പാലക്കാട് എന്ന് എഴുതിയിരിക്കുന്നു. അത് കണ്ടതും ഗൗരി ബാഗും ചേർത്ത് പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് കയറി ഒരു വിൻഡോ സീറ്റിൽ നിന്നു. ബാഗിന്റെ സിബ് തുറന്ന് അതിൽ നിന്ന് രുദ്രന്റെ ഫോട്ടോ എടുത്ത് ചുണ്ടോട് ചേർത്തു. ബസ് പതിയെ മുന്നോട്ട് എടുക്കാൻ തുടങ്ങിയതും നിറയാൻ തുടങ്ങിയ കണ്ണുകൾ ഇറുക്കി അടച്ചു. കാറ്റ് വന്ന് അവളെ തഴുകിയതും ആ മുടിയിഴകൾ പാറി തുടങ്ങിയതും കണ്ണീരിൽ കുതിർന്ന് അത് കവിളിൽ ഒട്ടിപ്പിടിച്ചു. കോളേജിൽ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടുണ്ട് പാലക്കാട്. അവളുടെ അഡ്രസ്സ് മാത്രം കയ്യിലുണ്ട്. അവൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് പോകുന്നത്. ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് നിർത്തിയതും അവൾ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞുപോയി. പേടിച്ചുകൊണ്ട് കണ്ണ് പതിയെ തുറന്നു. ബസ്സിലെ യാത്രക്കാരെല്ലാം എണീറ്റ് നിൽക്കുന്നുണ്ട്. മനുഷ്യനെ കൊല്ലാനാണോ താനിങ്ങനെ ബ്രേക്ക് ഇടുന്നത്? ഇപ്പൊ തന്നെ ഇടിച്ചിട്ടനെ, എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, ബസ്സിലെ കണ്ടക്ടറിനോടായി പറഞ്ഞു. മിണ്ടാക്കടാ, പോലീസാ, ആർക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 22 പോലീസുകാരും ബസ്സിലേക്ക് കയറി. തന്നെ കലിയോടെ നോക്കിക്കൊണ്ട് വരുന്നവനെ ഒരു പേടിയോടെ നോക്കി നിന്ന് ഗൗരി. തന്നെ രൂക്ഷമായി നോക്കുന്നവനെ കണ്ടതും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവൾ. ഒരു നിമിഷം ആ മുഖത്ത് നോക്കാൻ ഭയമായിരുന്നു. ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ആ, മേഡത്തിന് മനസ്സിലായല്ലോ, അപ്പൊ ഇനി വിശദീകരിച്ചൊന്നും പറയണ്ടില്ലല്ലോ. എന്നാ പോര്, വന്നു തോണേ, ആ ജീപ്പിലേക്ക് അറിയേ. ദേവേട്ടൻ ഞാൻ. ആളുടെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കുരുങ്ങി. ആരാണ് നിന്റെ ദേവേട്ടൻ? ACP രുദ്രദേവ്. പേര് വിളിക്കുന്നോ? യു കോൾ മീ സർ, അണ്ടർസ്റ്റാൻഡ്? വേലക്കാരികൾ വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി, ഇറങ്ങി വാളി. കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നവൻ ഒരു നിമിഷം വിറച്ചുപോയി അവൾ. അവനിൽ പെട്ടെന്നുണ്ടായ മാറ്റം അവളിൽ അതൊരു ഞെട്ടലായിരുന്നു. ചുറ്റും കൂടിയുന്നവരിൽ ആർക്കും അത് ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഷൂട്ടിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ ഇതെങ്ങാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യോ അതുവഴി ഷെയർ ചെയ്യുകയോ ചെയ്താ അവനെ നിർത്തി. എല്ലാത്തിനെയും നട്ടിൽ ഞാൻ ചവിട്ടി പിടിക്കും, കേട്ടോടാ. ഒരു താക്കി ഇതുപോലെ പറഞ്ഞവൻ. എന്താ സർ, എന്താ പ്രശ്നം? കണ്ടിട്ടൊരു പാവം കൊച്ചാണ് തോന്നുന്നുണ്ട്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ രുദ്രനോട് ചോദിച്ചു. അത് താനാണ് തീരുമാനിക്കുന്നത്, മിണ്ടാതെ ഇരുന്നോളം. കൂടെ വന്ന മറ്റൊരു പോലീസുകാർ അയാളോട് ദേഷ്യപ്പെട്ടു. ജീപ്പിന്റെ പുറകിലേക്ക് കയറ്റി രുദ്രൻ അവളെ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ചിരുന്നു അവൾ. വീണു മുമ്പിൽ ജീപ്പ് കൊണ്ട് നിർത്തിയതും അവനിറങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. വേണ്ട സർ, എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം, വിതുമ്പലോടെ പറഞ്ഞു ഗൗരി. നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോളൂ, ഞാൻ വന്നേക്കാം, 2 പോലീസുകാരുടെയും പറഞ്ഞ് അവളെയും പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്ന രുദ്രൻ. ദേഷ്യത്താൽ മുഖം വലിഞ്ഞു മുറുകിയിരുന്നവന്റെ. അതിന് നിന്നോട് പോകണ്ടെന്ന് ആര് പറഞ്ഞു? കുറച്ച് കടങ്ങൾ വീട്ടാനല്ലേ, അത് വീട്ടിയിട്ട് പോയാൽ മതി നീ. ദേവേട്ടൻ ഞാൻ. കരച്ചിലിനിടയിലും നേരത്തെ സ്വരത്തിൽ വിളിച്ച് ഗൗരി. വിളിക്കരുത് നീ ഇനി. അവൻ അവിടെ നേരെ അലറി. ശബ്ദം കേട്ടുകൊണ്ട് കേശവനും ശിവാനി ഇറങ്ങി വന്നു. ഇതെവിടെ പോയതായിരുന്നു എഴുതി? ശിവ ഗൗരിയോട് ചോദിച്ചു. മോളിത് എന്ത് പണിയാ കാണിച്ചേ? ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഇവനോടുള്ള സ്നേഹം? കേശവൻ അവളോടായി ചോദിച്ചു. ഒന്നും ഇനി ഇവിടെ മിണ്ടരുത്. ഇവള് നമ്മുടെ ആരുമല്ല, ആരും. എന്നെ പൊട്ടനാക്കിയിട്ട് പോകാൻ തുടങ്ങിയതാ ഇവള്. അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? വേണ്ടടി. ആൾക്ക് നേരെ ആക്രോശിച്ചവൻ. എല്ലാം കേട്ട് ഒരു വാക്ക് പോലും മിണ്ടാനാവാതെ വിറയിലോട് നിന്ന് ഗൗരി. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഏട്ടെന്തൊക്കെയാ പറയുന്നത്? എന്നെന്താ ഭ്രാന്ത് പിടിച്ചോ?
ഇനി പറച്ചിലുകളില്ല ശിവ. ഇനിയാണ് ഇവൾ അറിയാൻ പോകുന്നത് ഈ രുദ്രദേവ ആരാണെന്ന്. അതും പറഞ്ഞ് അവൻ അവളെ പിടിച്ചു വലിച്ചു. ഗൗരി ഒരു പാവയെ പോലെ അവന്റെ പുറകെ നടന്നു. അച്ഛാ, ഏട്ടൻ നല്ല ദേഷ്യത്തിലാ, എനിക്കെന്തൊരു പേടി പോലെ അയാളോട് പറഞ്ഞു ശിവാനി. കുറച്ച് സമയം അവനെ എരുതിയിൽ വീണ പോലെ ആയിരുന്നു എന്റെ കുഞ്ഞ്. അയാൾ ആ സോഫയിലേക്ക് ചാഞ്ഞു. കേശവൻ അവർ പോയ വഴിയെ നിറമിഴിയാൽ നോക്കി നിന്നു. മുറിയിലേക്ക് വലിച്ചിട്ടിരുന്ന അവളെ പ്രതീക്ഷിക്കാതിരുന്നതിനാൽ നിലത്തേക്ക് തെറിച്ചു വീണ ഗൗരി ഭിത്തിയിൽ നെറ്റിയടിച്ചു. വേദന കൊണ്ട് ആ ഭിത്തിയിൽ ചാരിയിരുന്നു. നീയാള് ബുദ്ധിമതിയാ, പക്ഷെ നിന്റെ അതിബുദ്ധി അത് നിന്നെ കണ്ണുമൂടി സ്നേഹിച്ചത് എനിക്ക് മനസ്സിലാവാതെ പോയി. ഇന്നലത്തെ നിന്റെ നാടകം. അപ്പൊ അതും മനസ്സിൽ വെച്ചിട്ടാണല്ലേ നീ എന്നെ സ്നേഹിച്ച് ഈ രുദ്രനെ പറ്റിച്ച് അങ്ങനെ പോയാലോ? ഒന്ന് നിർത്തിയ ശേഷം, ഞാൻ മുടക്കിയ പൈസ അതെനിക്ക് മുതലും പലിശയായിട്ട് തന്നെ കിട്ടണം ഇപ്പൊ തന്നെ. പിന്നെ അത് മുതലാക്കാനും ഈ രുദ്രദേവിന് അറിയാം. ഹൃദയത്തെ കുത്തിനോവിക്കുന്ന അവന്റെ ഓരോ വാക്കുകളും വേദനയോടെ കേട്ടു നിന്ന് ഗൗരി. തിരിച്ചു പറയാൻ വാക്കുകളില്ലാതെ ഒരു മരവിപ്പോടെ ആ നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾ കഴിഞ്ഞില്ല. പിന്നെ നിന്റെ ആഗ്രഹം അത് സാധിച്ചെന്നില്ലെന്ന് വേണ്ട, ഒരാഗ്രഹം മാത്രമേ സാധിച്ചുള്ളൂ. പിന്നെ എനിക്ക് എന്റെ പൈസയും മുതലാക്കാം. പിന്നെ നിനക്കും വഴി ഇതിന്റെ പേരിൽ എന്തെങ്കിലും ലാഭം കിട്ടിക്കോളൂ. അതും പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി ഊരിയ ശേഷം നിലത്തേക്ക് വലിച്ചെറിഞ്ഞവൻ അവളെ അവൻ പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു. എന്തോ അവന്റെ പരിചയമില്ലാത്ത ആ ഭാവം അവളെ ഭയപ്പെടുത്തി. കണ്ണുകൾ ധാരധാരയായി ഒഴുകി. അവളുടെ കഴുത്തിടിക്കിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. ഒന്നനങ്ങാൻ പോലും ആവാതെ കണ്ണുകൾ അടച്ചു കിടന്ന ഗൗരി. അപ്പോഴും ആ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, സാറിന് അല്ല എന്റെ ദേവേണ്ണ ഇങ്ങനെയൊന്നും ആവാൻ കഴിയില്ലെന്ന്. ഗൗരിയുടെ ആ കിടപ്പ് അവളുടെ ദേഷ്യത്തെ രട്ടിപ്പിക്കുന്നതായിരുന്നു. മുഖമുയർത്തി നോക്കി ശേഷം ചാടി എഴുന്നേറ്റവൻ അലമാരിയുടെ കണ്ണാടിൽ കൈ ചുരുട്ടി ഇടിച്ചു. കൈമുറിഞ്ഞ് ചോരയൊഴുകി. അത് കണ്ടും ഗൗരി പിടഞ്ഞ് ഞെട്ടി എഴുന്നേറ്റു. ശേഷം അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. അവളുടെ മുഖം വേദനയാൽ ചുളിഞ്ഞു. തൊട്ടുപോലെ തന്നെ ഇറങ്ങിപ്പോടി ശ്യാമേ, അവൻ അലറി. നിന്നിനി വേണ്ട ഈ രുദ്രന്. പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞിരുന്നു. ദേവേട്ട, ചോര, വിക്കി വിക്കി പറഞ്ഞു ഗൗരി. അവന്റെ വാക്കുകളിലായിരുന്നില്ല അവളുടെ ശ്രദ്ധ, മറിച്ച് അവന്റെ കയ്യിൽ നിന്നൊഴുകുന്ന കട്ട രക്തത്തിലായിരുന്നു. അവനേക്കാൾ ആ മുറിവ് വേദനിപ്പിച്ച അവളെയായിരുന്നു. എനിക്ക് എന്ത് പറ്റിയാലും നിനക്ക് എന്താടി, എറിപ്പോടി. പോകുന്നതിന് മുമ്പ് ആ താലി ഉരുവിച്ചിട്ട് പോയിക്കോണം. അവൻ പറയുന്നൊന്നും ആ നിമിഷം അവൾ കേട്ടിരുന്നില്ല. ബെഡ്ഷീറ്റ് വലിച്ചു കീറി അവൾ അവന്റെ കയ്യിൽ ചുറ്റാൻ തുടങ്ങി. അത് കണ്ടതും വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ കൈവലിച്ചു അവൻ. ഒരു ഊക്കോടെ ആ ദൃഢമായ നെഞ്ചിലേക്ക് അമർന്ന ഗൗരി ചുമനത്താൽ പൊതിഞ്ഞ അവൾ ആ നെഞ്ചിനെ. എന്നോട് ക്ഷമിക്ക് ദേവേട്ട, മാപ്പ്. എനിക്ക് ദേവേണ്ണില്ല പറ്റില്ല. ഇങ്ങനെയൊന്നും ഇനി പറയില്ല ദേവേട്ട, ഈ ഗൗരി തകർന്നു പോകും. അതും പറഞ്ഞ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി അമർന്ന് അവനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ. എന്നിട്ടാണോടി പുല്ലേ എന്റെ നെഞ്ചിലൊരു തീ കോരിയിട്ട് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അവൻ നിന്ന് വിറച്ചു. അവനൊന്നുകൂടി വരിഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഒരിക്കലും വിട്ടുപോയില്ല ഇനിയെന്ന് പറയാതെ പറഞ്ഞ ഗൗരി. അപ്പോഴും അവിടെ കണ്ണുനീർ അവനെ ചുട്ടുപൊള്ളിച്ചു. അത് അവൻ ആദ്യം ദേവേട്ടന്. വാക്കുകൾ മുഴുവനാക്കാതെ മുറിഞ്ഞ് വിരുമ്പിപ്പോയിരുന്നവൾ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ട് നീ എന്നെ വിട്ടു പോവടി, പോന്ന്. അവൻ ചോദിച്ചുകൊണ്ട് ഇറുകിപ്പെടുന്ന രുദ്രൻ ഗൗരിയെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ആ മുഖമാകെ അവന്റെ ചുണ്ടുകൾ ഓടി നടന്നു. അവയെല്ലാം ചുംബനത്താൽ മൂടി. അത്രമേൽ പ്രണയത്തോടെ അവളെയും ചേർത്ത് പിടിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതിൽപ്പടിയിൽ ഭയത്തോടെ നിന്നിരുന്ന രണ്ടുപേര് അവരുടെ ആ വരവ് വേണ്ടതും ആ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നുപോയി. എന്താടി വാ പൊളിച്ച് രണ്ട് യുവമിഥുനങ്ങളുടെ മുറിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? രുദ്രൻ ചിരിച്ചുകൊണ്ട് ശിവാനിയോട് ചോദിച്ചു. എന്താ പറഞ്ഞു? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. യുവ എന്തോന്ന്? അവളും വിട്ടുകൊടുത്തില്ല. എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്? അവളുടെ ആ ചോദ്യം കേട്ട് ഒരു ഞെട്ടിലോടെ നിന്ന് രണ്ടുപേരും. അപ്പോഴാണ് ഗൗരിയുടെ കഴുത്തിൽ കിടന്ന താലി ശിവാനിയുടെ കണ്ണിലുടക്കിയത്. ഇത് എപ്പോഴായിരുന്നു? ഞങ്ങൾ അറിയിക്കാതെ എല്ലാം കഴിഞ്ഞോ? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അറിയിക്കാൻ പറ്റില്ല. ഒഴുക്കമട്ടിൽ പറഞ്ഞിരുത്തി രുദ്രൻ. അതും പറഞ്ഞ് ഗൗരിയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റി ചേർത്ത് പിടിച്ചു. അത് കണ്ടത് ശിവാനിയും കേശവേട്ടന്റെ മുഖത്തോട് മുഖം നോക്കി. അത് കണ്ടതും ഗൗരിയുടെ മുഖത്ത് നാണം വിരിഞ്ഞു. ഇത് പറ്റില്ല. അപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ വെറും നാടകമായിരുന്നോ? ശിവ ചോദിച്ചു. എന്ത് പറ്റില്ലെന്ന്? അതിന് നിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചോ? അവൻ കപട ദേഷ്യത്തോടെ ശിവാനിയെ നോക്കിയൊന്ന് ചിരിച്ചു. എന്റെ മക്കളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. കേശവേട്ടൻ ഗൗരിയുടെ മുമ്പിൽ വന്ന് അവിടെ കൈപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഇങ്ങനത്തെ പണിയൊന്നും കാണിക്കരുത്. ഇവൻ സഹിച്ച വേദന ഇനി കൊടുക്കരുത്. ഇവൻ പോലീസാണെന്നേ ഉള്ളൂ, ആളൊരു പാവാ. അത് കേട്ടതും ഗൗരി അവരെ നോക്കി. ശേഷം, ഇല്ല സാർ, ഞാൻ എവിടേക്കും പോവില്ല. ദേവേട്ടനെ വിട്ട് ഗൗരി എങ്ങോട്ടും പോവില്ല പറഞ്ഞുകൊണ്ട് അയാളുടെ മാറോട് ചേർന്ന് നിന്നു വാത്സല്യത്തോടെ. എന്നാലേ എല്ലാവരും ഇവിടെ ഒളിച്ചോട്ട കഥ കേട്ട് ഇവിടെ ഇരിക്കും, എനിക്കൊരാളെ കാണാനുണ്ട്. ഇടയിൽ കയറി ഉത്തരം പറഞ്ഞു. ഇനി താമസിച്ചുകൂടാ, എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. ദേവേട്ടാ,
ഗൗരി പുറകിൽ നിന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി എന്താണെന്ന് പുരികമ്പൊക്കെ ചോദിച്ചു. എനിക്കെന്തോ പേടി പോലെ. ഒന്നും വേണ്ട ദേവേട്ട, പോവേണ്ട. എനിക്ക് ഇനിയും എൻ്റെ പ്രാണനെ നഷ്ടപ്പെടാൻ വയ്യ. പറയുമ്പോൾ അവളുടെ മുഖം ഭയത്താൽ വിളറിയിരുന്നു. എൻ്റെ ഏടത്തി ഇപ്പോൾ വെറും ഗൗരിനാഥയല്ല, ACP രുദ്രദേവ് IPSന്റെ ഭാര്യ. അപ്പൊ ഇനി വെറുതെ പേടിച്ചതിൻ്റെ ഒരു ഗുമ്മകളല്ലേ? ശിവ ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനിട്ട് 2 പൊട്ടിക്കട്ടേന്നേ, പിന്നെ ആ അപ്പച്ചിയും കൊടുക്കണം. ശിവ പറഞ്ഞുകൊണ്ട് പല്ലിയരിച്ചു. നിന്റെ പേടി അതെന്തിനാണെന്ന് എനിക്കറിയാം, എന്നെ ഓർത്തിട്ടല്ലേ. എന്നാലും വേണ്ട, ഇപ്പൊ നീ പോയി നന്നായിട്ട് പഠിക്ക്. ഇപ്പൊ തന്നെ എത്ര ദിവസത്തെ ക്ലാസ്സാ പോയത്? 2ന്റെ എക്സാം എടുക്കാറായില്ലേ? വല്ല ബോധമുണ്ടോ? പോരാണ്ടോ? അവനകത്തേക്ക് വിരൽച്ചുകൊണ്ട്. കാട്ടുപോത്ത് പിറുപിറുത്ത് ഗൗരി. എന്താടി പറഞ്ഞേ ചോദിച്ചുകൊണ്ട് കണ്ണുരുട്ടി രുദ്രൻ. മോനെ രുദ്ര, ഇനി അതിന്റെ കണ്ണ് നിറയ്ക്കലേടാ. നിനക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയാ അതിന്. ഓരോ നിമിഷവും പേടിച്ച് അവള് കഴിയുന്നത് എനിക്കറിയാം. ഇനി അവളുടെ കണ്ണുകൾ നിറയാൻ സമ്മതിക്കില്ല. അത് നിറക്കുന്നവൻ ആരായാലും ഈ രുദ്രൻ വെറുതെ വിടുകയും ചെയ്യില്ല. എന്റെ പാതി അവള്, ഈ രുദ്രദേവിന്റെ ഭാര്യ. പറഞ്ഞുകൊണ്ട് കേശവന്റെ തോളിൽ തട്ടി അവൻ. ഞാൻ പോയിട്ട് വരാം. അവന്റെ ജീപ്പ് കൺമുമ്പിൽ നിന്നും മറയുന്നവരെ അയാൾ നിറഞ്ഞ മനസ്സോടെ അവിടെ തന്നെ നിന്നു. ആട്ടുകട്ടിൽ അവനെയും കാത്ത് പുറത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നവരുടെ അടുത്തേക്ക് ഫോണും തോണ്ടിക്കൊണ്ട് വന്നു ശിവാനി. ഈ ഭാര്യയാണോ ആ ഭാര്യ? മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി ഗൗരി. അല്ല, ഈ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാവുന്നു ഭാര്യ, അങ്ങനെ ഒരു പാട്ടില്ലേ നമ്മുടെ മമ്മൂക്കയുടെ ഒരു പഴയ സിനിമയില്? അത് പറഞ്ഞോ? ശേഷം ഒന്ന് ചിരിച്ചു ശിവാനി. ഒന്ന് പോടി, ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവളൊരു സിനിമാ പാട്ട്. എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കണം മിസ്സസ് രുദ്രദേവ്? ദേ വരുന്നുണ്ടല്ലോ പ്രാണനാഥൻ. അതും പറഞ്ഞ് പുറത്തേക്ക് വിരൽച്ചുകൊണ്ടി അവൾ. അവന്റെ ജീപ്പ് കയറ്റിടന്ന് മുറ്റത്ത് വന്ന് നിന്നു. അതിൽ നിന്ന് ഡോറൊന്നൊരു ചിരിയോടെ ഇറങ്ങി രുദ്രൻ. 2 കൂടി എന്തോന്നാ, ഇവിടെ എന്റെ കുറ്റം പറയാണോ? അയ്യോ, നമ്മള് കുറ്റൊന്നും പറഞ്ഞില്ല. ഇവിടെ ഒരാൾ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുക. ഗൗരിയെ നോക്കി പറഞ്ഞ് ശിവ അവനോടായി. അത് കേട്ട് ഒരു ചിരിയോടെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി രുദ്രൻ. രാത്രി അത്താഴം കഴിച്ച് ശിവയുടെ ഒപ്പം മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് രുദ്രൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിയത്. ഏയ് ദേവിട്ട വീട്ട്, ശിവ അച്ഛനും കാണും കേട്ടോ, ദേവിട്ട പ്ലീസ്. ഓ പിന്നെ അവര് കണ്ടാലേ നിന്റെ ഈ ദേവനൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവർ കാണാതെ ഗൗരിയുടെ കവിളിന് ഉമ്മ കൊടുത്തവൻ. അവന്റെ ചുണ്ട് അവളുടെ കവിളിനെ തൊട്ടപ്പോൾ അറിയാതെ ഒന്ന് പിടഞ്ഞു പോയി ഗൗരി. എന്നാൽ പെട്ടെന്നായിരുന്നു ശിവാനി ഗൗരിയെ തിരിഞ്ഞു നോക്കി. എന്തു പറ്റി എടുത്തി? വല്ല തേളും കുത്തിയോ? അതുപോലെ പാമ്പ് കടിച്ചോ? അവൾ രുദ്രനെ നോക്കിക്കൊണ്ട് ഗൗരിയോടായി ചോദിച്ചു. അത് കേട്ടതും എന്തു പറയണമെന്നറിയാതെ വാക്കുകൾക്കായി പരതി ഗൗരി. അതൊരു ബാക്കി മുഴുമിക്കാൻ സമ്മതിക്കാതെ രുദ്രന്റെ നോട്ട് അവളെ പിടിച്ചു നിർത്തി. നിനക്കിപ്പോ എന്തോ നടി അറിയണ്ട്, കേറി പോടി. അവൻ പറഞ്ഞു. ഇതിപ്പോ എന്ത് കൂത്തെന്ന പോലെ കണ്ണു മിഴിച്ച് നോക്കിയിരുന്നു ശിവ. പോകുന്ന പോകിൽ രുദ്രൻ വീണ്ടും ഗൗരിയെ ചേർത്ത് പിടിച്ചു. അതെ, നാളെ രാവിലെ നമുക്ക് ഇടം വരെ പോണം. കേട്ടതും ഗൗരി അവന്റെ മുഖത്തേക്ക് സംശയത്താരം നോക്കി. കുറച്ച് ബന്ധുക്കളെ കൂടി വിളിക്കാനുണ്ട്, കല്യാണല്ലേ? ഞാനില്ല, ദേവന് തന്നെ പോയാൽ മതി, ഗൗരി പറഞ്ഞു. അതുപോരാ, നീ വരണം, എങ്കിലും ശരിയാവും. ശരി, നീ പോയി കിടന്നു, രാവിലെ പോണം. അതും പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി അവൻ. മൊബൈലിൽ റീൽസും തോണ്ടി നിൽക്കുകയാണ് പെണ്ണ്. എടി ഉണ്ടോളെ, ഇതിനെ എടുത്തോണ്ട് പോ. അത് കേട്ടതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഗൗരി. അത് കണ്ടത് രുദ്രനൊന്ന് ചിരിച്ചു. മുറിയിൽ പോയി ഓരോന്നും ചിന്തിച്ചങ്ങനെ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയിരുന്നവൾ രാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങി ശിവയോട് മിണ്ടിയും പറഞ്ഞിരുന്നപ്പോൾ രുദ്രൻ ഇറങ്ങി വന്നിരുന്നു. അവനെ കണ്ടതും യുവമിഥുനങ്ങൾ എങ്ങോട്ടാ രാവിലെ തന്നെ കളിയാക്കി ചോദിച്ചു ശിവാനി. അത് ഞങ്ങൾ രണ്ടൊന്ന് റൊമാൻസിച്ചിട്ട് വരാം. അതും പറഞ്ഞ് ഗൗരിയെ ചേർത്ത് പിടിച്ച് ജീപ്പിന്റെ അടുത്തേക്ക് നടന്നവൻ. ജീപ്പ് ചെന്നിന്ന് ഒരു 2 നില വീണ്ട ഗേറ്റിന്റെ മുമ്പിലാണ്. രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശേഷം ഇറങ്ങി വാ, ഇത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ വീടാ. നീ ചെല്ല്, ഒന്ന് ബെല്ലടിക്കുക, എനിക്കൊരു അർജന്റ് കോൾ ചെയ്യാനുണ്ട്, ഞാൻ വന്നേക്കാം. ചെല്ല്. അതും പറഞ്ഞ് അവൻ ഫോണെടുത്ത് കുറച്ചങ്ങോട്ട് മാറിയിരുന്നു. ആ കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞു. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ആളെ കണ്ടതും ഗൗരിയുടെ ശരീരം ഒന്ന് വിറച്ചു. ആ മുഖത്തെ ഭാവം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക്. ഒരാശ്രയത്തിനായി പുറകോട്ട് നോക്കിയതും രുദ്രൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇതെന്താണ് അപ്പച്ചി, ഞങ്ങളകത്ത് ക്ഷണിക്കുന്നില്ലേ? അവരുടെ ചോദ്യം കേട്ടതും സുഭദ്ര നോക്കി അവർ രണ്ടുപേരെയും ഒരു പ്രത്യേക ഭാവത്തിൽ. അവർ പുറകിലേക്ക് നോക്കിയതും സുഭദ്രയുടെ പുറകിലായി നിന്ന മുഖം കണ്ടതും അവൾ രുദ്രന്റെ കയ്യിൽ പിടിച്ചു ആ പിടുത്തം മുറുകിയിരുന്നു. ദേവേട്ടാ, നമുക്ക് പോവാം. ദയനീയതയോടെ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കി. അവൻ കണ്ണു ചിമ്മി കാണിച്ചു. ശേഷം അവളുടെ കൈയും പിടിച്ച് അവരെയും കടന്ന് അകത്തേക്കായിരുന്നു രുദ്രൻ. അതെന്തായാലും നന്നായി, ഞങ്ങളൊരു മംഗളകർമ്മം വിളിക്കാൻ വന്നാ. ഇവനിവിടെയുള്ളത് നന്നായി, ഒരുമിച്ച് പറയാലോ അല്ലേ? ആദ്യം നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. എന്തായാലും നീ കുടുങ്ങും. അതിനു മുമ്പ് ഞങ്ങളുടെ കല്യാണം കൂടി സദ്യവും പായസം എല്ലാം കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവാം, സബ് ജയിലിലേക്ക് പറഞ്ഞ് ഒരു പകയുള്ള ചിരി അവർ നോക്കി ചിരിച്ചു രുദ്രൻ. പിന്നെ നീ എന്നൊന്ന് ഞൊട്ടും, ഒന്ന് പോടാ. അതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ഇവളല്ലേ നിന്റെ തെളിവ്? ഇവളെയാണെങ്കിൽ തീർത്തിളഞ്ഞാലോ? അതും പറഞ്ഞ് ഗൗരിക്ക് നേരെ തിരിഞ്ഞു ആദ്യം ആ കയ്യിൽ കയറി പിടിച്ച് രുദ്രൻ.
എന്റെ പെണ്ണിന്റെ നേരെ ഒരു ചെറുവിരലെങ്കിലും അനക്കുക. നിന്നെ ഇവിടെ ഇട്ട് ഞാൻ തീർത്ത് കളയും. പറയുന്നത് ഞാനാ, രുദ്രദേവ്. എന്ത് പറയണ ചെറ്റനി? ചോദിച്ചുകൊണ്ട് ആദിക്ക് നേരെ ചീറിയെടുത്ത് രുദ്രൻ. എന്റെ കുഞ്ഞിനെ കൊല കൊടുത്തിട്ട് നിന്ന് കൊരക്കുന്നോളാം നായേ. സുഭദ്ര ഒരു അലർച്ചയും പുറകിൽ നിന്ന് ആദ്യം ഒരു ചവിട്ടുമായിരുന്നു രുദ്രൻ. എല്ലാം കണ്ട് പേടിയോടെ കണ്ണുകൾ ഇറുക്കിയടച്ച് ഗൗരി മുഖമടച്ച് നിലത്തേക്ക് വീണിരുന്നവൻ. വീണ് കിടന്നിടത്തുനിന്ന് ദേഷ്യത്തോടെ തിരിഞ്ഞോക്കി ആദി കണ്ടു. കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന സുഭദ്രയെ, അവരെ തന്നോട് ചേർത്ത് പിടിച്ച ഒരു പൂച്ചച്ചിരിച്ചിരുന്ന രുദ്രനെയും. നിങ്ങളെന്തിനാ എന്നെ തല്ലിയതള്ളേ? പളിർമി ചാടി എഴുന്നേറ്റ് ചോദിച്ച ആദി. എന്തിനാ തല്ലിയെന്നോ അറിയില്ല നിനക്ക്? എന്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ കാരണം നീയല്ലേടാ. കൊന്നു കളഞ്ഞല്ലോടാ നീ അവളെ. എല്ലാം മനസ്സിൽ വെച്ച് നീ ചതിച്ചില്ലടാ എന്റെ രുദ്രനെ. വെറുപ്പിച്ചില്ലടാ നീ ഇവനെ. സുഭദ്ര നിന്ന് വരച്ചു. തള്ളെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഇവൻ ഈ പന്നി നിങ്ങളെ എനിക്കെതിരായിട്ട് തിരിക്കുക. അല്ലാതെ എനിക്ക് നിങ്ങളുടെ മോളെ അറിയൂടില്ല. നിങ്ങളെ എനിക്ക് പറഞ്ഞു തന്ന കൊള്ളരുതായ്മകളെല്ലാം ഞാൻ ചെയ്ത പോരായിട്ട് ഇവൻ ചെയ്ത തെറ്റ് അത് എന്റെ തല്ലി വെക്കാൻ നോക്കുന്നോ? ആദ്യം ഷർട്ട് ഒന്ന് കുടഞ്ഞ് നേരാക്കി ചാടി എഴുന്നേറ്റു. വീശിയൊരു അടിയായിരുന്നു അവന്റെ ചെകിട് നോക്കി. ശേഷം കോളിൽ പിടിച്ചുലച്ചു. എന്താണ് നീ പറഞ്ഞ്? എന്റെ കുഞ്ഞിനെ അറിയില്ലെന്നോ? നോണ പറയുന്നോളാം നായേ. അപ്പൊ പിന്നെ ഇതെന്താടാ? ചോദിച്ചുകൊണ്ട് ഒരു ഫോൺ എടുത്ത് ഗ്യാലറി വന്ന് അവർ നേരെ തിരിച്ചു. കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ശ്രുതിലക്ഷ്മി ഇരിക്കുന്ന ഫോട്ടോ. ആളുടെ പിറകിലായി നിൽക്കുന്ന ആദിത്യൻ. ഒരു നിമിഷം ഒന്നും മിണ്ടാനാവാതെ ഉമിനീരിറക്കി അവൻ. ആ ഒരു നിമിഷമെല്ലാം പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി അവന്. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ആദ്യം വാക്കിൽ കിട്ടാതെ പതറി. കൂടെ പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിലൊന്നുമില്ല. എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ചെയ്തില്ലടാ നീ ഞങ്ങളുടെ കുഞ്ഞിനെ. രവീന്ദ്രൻ വന്ന് അവനെ അടിച്ചു. സിറ്റപ്പ ആരും ഇട്, നമുക്ക് നിയമത്തിന്റെ വഴിയെ നോക്കാം. ഗൗരി നീ അപ്പച്ചി പിടിക്കുക, രുദ്ര അവളോടായി പറഞ്ഞു. കേട്ടതും അവൾ ചെന്ന് തളർന്നുപോയി അവരെ താങ്ങിപ്പിടിച്ച് സോഫയിൽ കൊണ്ടുപോയി ഇരുത്തി. സുഭദ്ര കരഞ്ഞുകൊണ്ട് ഗൗരിയുടെ തോളിൽ ചാഞ്ഞു. നീയൊന്നും ചെയ്തില്ലല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ എന്താടാ? ശ്രുതിയുടെ ഫോൺ ഗ്യാലറി തുറന്ന് രുദ്രൻ ആദിയോട് ചോദിച്ചു. അർദ്ധനഗ്നയായി ആ ബോധാവസ്ഥയിൽ കിടക്കുന്ന അവളുടെ പലതരം ഫോട്ടോസ്, മിക്കതും കണ്ടാൽ തന്നെ അറപ്പുളവാക്കുന്നവ. ഇത് നീ അയച്ചതാ നിന്റെ ഫോണിൽ നിന്ന്. ഈ ഫോണിന് കിട്ടിയത് എന്റെ മുറിയിലെ ബർത്തിൽ നിന്നാ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ, ശ്രുതി മരിച്ച ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷം ഞാൻ കുറെ അന്വേഷിച്ചു ഈ ഫോണും ഫോണിലെ ദൃശ്യങ്ങൾ അയച്ചവനെയും, പക്ഷെ കിട്ടിയില്ല. ഫോട്ടോസ് വന്ന നമ്പർ അത് ഫേക്ക് ആയിരുന്നു. പിന്നെ ആകെയുള്ള തെളിവ് ഫ്രണ്ട്സിന്റെ കൂടെ അവൾ നിൽക്കുന്ന ഫോട്ടോ മാത്രമായിരുന്നു. ഈ ഫോട്ടോയിലുള്ളവരെല്ലാവരെയും കിട്ടി എനിക്ക്, നിന്നൊഴിച്ച്. അന്നു മുതൽ തപ്പുകയായിരുന്നു നിന്നെയാണ്. കാലം അത് നിന്നെ എന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടു നിർത്തി. അതാണ് വിധി. എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ സത്യം മറന്നീക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. നിന്നെ ഇപ്പൊ ദൈവന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ച് ഗൗരിയുടെ രൂപത്തിൽ. അന്ന് എനിക്ക് മനസ്സിലായിരുന്നു ശ്രുതിയുടെ മരണത്തിന് കാരണക്കാരൻ അത് നീ തന്നെയാണെന്ന്. ഇനി പരാതി നീ എന്തിനാണ് അത് ചെയ്തത്? അതേടാ ഞാൻ തന്നെയാ അത് ചെയ്തത്. അതിന് കാരണക്കാരൻ നീയും. ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ പുറകെ നടന്നാൽ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പൊ അവൾക്ക് നിന്നോടാണ് പ്രേമെന്ന്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന വെണ്ണ തോൽക്ക് ഉടലും ചുവന്നു തൊടുത്ത മുഖവും മത്തുപിടിപ്പിക്കുന്ന അവളുടെ മണവും. ഒരു മാനസിക രോഗിയെ പോലെ തലയിട്ട് ചുഴറ്റിയവൻ. ആ കണ്ണുകൾ രക്തവർണ്ണമായി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എനിക്ക് കിട്ടാത്തൊന്നും ആർക്കും കിട്ടിക്കൂടാ, നിനക്കും. അതിനി എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും സമ്മതിക്കില്ല ഈ ആദിത്യൻ. പാവം അവള് പോലും അറിയാതെ ഞാൻ ഫോട്ടോ എടുത്തു. എന്റെ കാര്യം നടക്കാൻ ഞാനൊന്ന് പേടിപ്പിച്ചതാ. ഞാൻ കരുതിയോ അവള് പോയി ചാവുമെന്ന്. അവളുടെ വിധി. ദൈവം അവൾക്ക് ഈ ഭൂമിയിൽ ഇത്രയും ആയുസ്വദിച്ചിട്ടുള്ളൂ. ഒരു കൂസിലില്ല പറയുന്ന ആദ്യം കണ്ടപ്പോൾ രുദ്രന് ദേഷ്യം തിളച്ചു കയറി. ആദ്യയുടെ നെഞ്ചിനിട്ട് ആഞ്ഞൊരു ചവിട്ടായിരുന്നു അവൻ. പ്രതീക്ഷിക്കാതിരുന്ന ചവിട്ടായതിനാൽ ആദ്യത്തെ നിലത്തേക്ക് തലയിടിച്ച് വീണു. തെറ്റ് ചെയ്തിട്ട് നിന്നിട്ട് ന്യായീകരിക്കുന്ന പന്നി ചോദിച്ചുകൊണ്ട് അവനെ ആഞ്ഞി ചവിട്ടി രുദ്രൻ. ഗൗരി അവന്റെ അടുത്തേക്ക് വന്ന് രുദ്രനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ദേവേട്ട വിട്ടേക്ക്, അവന് നിയമത്തിന് വിട്ടുകൊടുത്തേക്ക്. അല്ല എന്റെ ദേവേട്ടൻ വേണ്ട, എനിക്ക് പേടിയാവുന്നു. വിട്ടു ദേവേട്ട. അപ്പോഴേക്കും അകത്തേക്ക് കുറച്ച് പോലീസുകാർ കയറി വന്നിരുന്നു. സർ ഇവന്റെ കാര്യം വിട്, ഇനി ഞങ്ങൾ നോക്കിക്കോളാം പ്ലീസ്. കൊണ്ടുപോകണം ഈ പന്നിയുടെ മോനെ കൺവെട്ടെന്ന് രുദ്ര അലറി. കേട്ടതും അവരാദ്യം പുറത്തേക്ക് പിടിച്ചുകളി ജീപ്പിലേക്ക് കയറ്റി. കയറുന്നതിനിടയിൽ അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വീടില്ലടാ, നിന്നെ ഇവിടെയും വീടില്ല. ഞാൻ വരും, കാത്തിരുന്നോ നീ എന്റെ വരവ്. രുദ്ര നേരെ വിരൽ ചൂണ്ടി ആദി. അവന്റെ ചലച്ചിൽ തീർന്നെങ്കിൽ അവനെ ചുരുട്ടി കൂട്ടിയെടുത്തിട്ട് പോടും. ആടുന്നിരുന്ന ഒരു പോലീസുകാരനോട് പറഞ്ഞ രുദ്രൻ ശേഷം അകത്തേക്ക് കയറി. ഹാളിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയോ പദം പറഞ്ഞ് ഗൗരിയുടെ മാറിൽ ചാഞ്ഞു കിടക്കുന്ന സുഭദ്ര അപ്പച്ചിയാണ് അവൻ കാണുന്നത്. അവരുടെ അടുത്ത് തന്നെ മുഖം കുനിച്ചിരിക്കുന്നുണ്ട് രവീന്ദ്രന്. കരയാതെ അപ്പച്ചി, എല്ലാം കറങ്ങി തെളിഞ്ഞില്ലേ? അവൻ പുറലോകം കാണില്ല, പൂട്ടിക്കൊള്ളാൻ ഞാൻ അവനെ. ഇത് അപ്പച്ചിയുടെ രുദ്രൻ തരുന്ന വാക്കാ. ക്ഷമിക്കേടാ അപ്പച്ചിയോട്, ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്കറിയാം, അതിനൊരിക്കലും മാപ്പില്ല. പറഞ്ഞുകൊണ്ട് അവരവന്റെ കാൽ വീഴാൻ തുടങ്ങി.
അപ്പച്ചി എന്താ ഇത്? എണീക്ക് പറഞ്ഞുകൊണ്ട് അവരുടെ തോൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പച്ചി എനിക്ക് അമ്മയെ പോലെ തന്നെയല്ലേ? അല്ല, എനിക്ക് അമ്മ തന്നെയാ. ഒരമ്മയുടെ കടമയെ അപ്പച്ചി ചെയ്തിട്ടുള്ളൂ, അത് തെറ്റല്ല. പക്ഷെ അതിന് തെരഞ്ഞെടുത്ത മാർഗമായിരുന്നു തെറ്റ്. അപ്പച്ചിക്ക് എന്നെ മാപ്പ് എന്നാ ഞാൻ. അവനവരെ ചേർത്ത് പിടിച്ചു. മോളെന്നെ ക്ഷമിക്കില്ലേ, ഒരമ്മയായി കരുതി. ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവർ വിതുമ്പി. അമ്മ കരയണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല. രുദ്ര, മോളുടെ ഫോൺ എങ്ങനെയാ മോന് കിട്ടിയത്? രവീന്ദ്രനായിരുന്നു ചോദിച്ച്. എന്റെ മുറിയിലെ ബർത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അച്ഛനായിരുന്നു കിട്ടിയത്. അവൾ ലച്ചു മരിച്ച 8 മാസങ്ങൾക്ക് ശേഷം. അവൾ മരിക്കുന്ന ദിവസം എന്നെ തിരക്കി വീട്ടിൽ വന്നിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നു. അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. പിന്നീടാണ് ഇത് കിട്ടുന്നത്. അത് ഇവനെ കുറിച്ച് പറയാനായിരിക്കും ആളൊന്ന് വീട്ടിൽ വന്ന് ഇതെന്നെ ഏൽപ്പിക്കാനും. പറഞ്ഞിരുന്ന അവന്റെ സ്വരയിടറി. എന്റെ കുഞ്ഞ് അത്രമാത്രം അനുഭവിച്ചു, ഒന്ന് പറഞ്ഞു പോലുമില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ. ലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുമ്പിൽ വന്ന് അതിനു മുകളിൽ തലോടി സുഭദ്ര. മകൾക്കായ അമ്മയുടെ ഹൃദയം പിടഞ്ഞു. ഫോൺ ബെല്ലടിച്ചോ എടുത്ത് ചെവിയോട് ചേർത്തു. വാച്ച്, നിങ്ങൾ എന്താ പറയുന്നേ? ഇത്രയും ഉത്തരവാദിത്തം പോലുള്ള ഞാൻ വരുന്നു. അത് മറ ഫോൺ കെട്ടിയത് കൈമുഷ്ടിയുരുട്ടി ഭിത്തിയിലാഞ്ഞ് പഞ്ചെയ്ത് രുദ്രൻ. ദേവേട്ടാ, എന്തീ കാണിക്കുന്നേ? എന്തു പറ്റി? ചോദിച്ചുകൊണ്ട് ഗൗരി അവന്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ പിടിച്ചു. ആദി, അവൻ ആ ചെറ്റ ജീപ്പിൽ നിന്ന് എടുത്തിയാടി ഏതോ ടിപ്പർ ലോറിയുടെ മുന്നിലേക്കാണ് വീണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നീ വിളിക്ക്, ഞാൻ വരാം. അത് പറഞ്ഞ് ജീപ്പിനടുത്തേക്ക് വേഗത്തിൽ നടന്നവൻ. മോനെ രുദ്ര, അവൻ ചാട്ടെ, രക്ഷപ്പെടുത്തല്ലേ മോനെ. നിറഞ്ഞു തൂവുന്ന മിഴികളോടെ വന്നിരുന്ന അവന്റെ മുമ്പിൽ സുഭദ്ര. മറുപടിയൊന്നും പറയാതെ അവരുടെ തോളിൽ പിടിച്ചവൻ. ആദിത്യന്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ പൂക്കൾ വെച്ച് രുദ്രൻ ഒരു കൈ കൊണ്ട് അപ്പച്ചയെ ചേർത്ത് പിടിച്ചു. മനസ്സെറിഞ്ഞ സന്തോഷത്തോടെ ആ അമ്മ തന്റെ രുദ്രമോഹന്റെ കയ്യിൽ പിടിച്ച് ഉറച്ച കാലടികളോടെ മുന്നോട്ട് നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ആ ദിവസം. ACP രുദ്രദേവിന്റെയും ഗൗരി നന്ദനയുടെയും കല്യാണ ദിവസം. രുദ്രനോടുള്ള നിറമാർന്ന പ്രണയത്തോടെ മഹാദേവന് മുമ്പിൽ നിറഞ്ഞ സംതൃപ്തിയോടെ കണ്ണടച്ച് കൈകൂപ്പി നിന്നു അവൾ. തന്റെ പ്രിയപ്പെട്ടവന്റെ താലിക്കായി നിറഞ്ഞ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി അവൾ. രുദ്രദേവൻ എന്ന പേര് കൊത്തിയ ആ താലി സിന്ദൂര രേഖയിൽ തന്റെ പാതിക്കായി നിറഞ്ഞ പ്രണയത്തോടെ ചുവപ്പ് വർണ്ണം ചാർത്തിയവൾ. അവളുടെ നെറ്റിത്തടത്തിൽ അവന്റെ പ്രണയം ചുംബനമായി നൽകി. ശേഷം അവളുടെ കാതോരം പതിയെ മൊഴിഞ്ഞു. നിന്നിലേക്കുള്ള ദൂരം കുറഞ്ഞല്ലോ പെണ്ണേ, ഇനി നീ രുദ്രദേവിന്റെ പാതിയാണ്. അവന്റെ കൈ പിടിച്ച് ആ തോളോട് തോൾ ചേർന്ന് സുഭദ്ര അപ്പച്ചി കൊടുത്ത നിലവിളക്കം പിടിച്ച് അവൾ നടന്നു കയറി അവരുടെ ജീവിതത്തിലേക്ക്. ഇനി വരാൻ പോകുന്ന നല്ല പുലരിക്കായി, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കായി. ഗൗരി നന്ദിനിയും അവളുടെ പ്രാണനായ രുദ്രദേവനും